ഇറ്റലി ഇപ്പോൾ സ്റ്റുഡൻസ് കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെയും അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും ഒരു 40,000-ഓളം സ്റ്റുഡൻസിനെ ആനുവലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഇറ്റലി. അതിലിപ്പം ബാച്ചിലേഴ്സ് പ്രോഗ്രാംസും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും അവൈലബിൾ ആണ്. ബാച്ചിലേഴ്സ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 70% മാർക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം വിത്ത് IELTS 6 ഓവറോൾ വേണം. അതുപോലെ തന്നെ മാസ്റ്റേഴ്സിനാണെങ്കിൽ 60% മാർക്ക് മതി. അതുപോലെ തന്നെ ഓവറോൾ ബാൻഡ് സ്കോർ 6.5 IELTSന് വേണം. ഇപ്പം സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യേണ്ട ഒരു ടൈമാണ് ജനുവരി ഫെബ്രുവരി മന്തിലാണ് ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ആവുന്നത്. അത് മെയ് ജൂണോടുകൂടി അത് ഇൻടേക്ക് ക്ലോസ് ആവും. മെയിനായിട്ട് ഡിസൈൻ, ക്രിയേറ്റീവ് ആർട്സ്, ബിസിനസ്, അതുപോലെ തന്നെ ഹെൽത്ത്, ലൈഫ് സയൻസ്, ഈ പറയുന്ന പ്രോഗ്രാംസുകൾക്കെല്ലാം ഡിമാൻഡിങ് ആണ്. എഞ്ചിനീയറിംഗ് പോലുള്ള പ്രോഗ്രാമുകളും ഡിമാൻഡിങ് ആണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമുകൾക്കൊപ്പം തന്നെ പെയ്ഡ് ആൻഡ് അൺപെയ്ഡ് ഇന്റേൺഷിപ്പുകളും സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. അതും ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ സ്കോളർഷിപ്പുകളാണ്. സ്കോളർഷിപ്പുകൾ അവിടെ കിട്ടുമെങ്കിലും അതിന് ക്രൈറ്റീരിയാസും ഉണ്ട്. 4,000 euro to 8,000 euros വരെ സ്കോളർഷിപ്സ് സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. അതിൽ 2 പാർട്ടുകളായിട്ടാണ്. ആദ്യത്തെ പാർട്ടിലാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ സബ്മിഷന് ശേഷം പ്രീ എൻറോൾമെൻറ്റ് കഴിഞ്ഞിട്ട് നവംബർ ഡിസംബർ മന്തുകളിലാണ് നമ്മൾ ഈ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. സ്കോളർഷിപ്പിനുള്ള ആപ്ലിക്കേഷൻസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റുഡൻസ് സബ്മിറ്റ് ചെയ്യണം. അതിനുള്ള സപ്പോർട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇറ്റലിയുടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്സുകൾ. ജൂൺ ടു സെപ്റ്റംബർ മന്തിലാണ് നമ്മൾ അതിന് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് 2 പാർട്ടുകളായിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ആദ്യം സബ്മിറ്റ് ചെയ്തതിന് ശേഷം പ്രീ എൻറോൾമെൻറ്റിന് ശേഷമാണ് സ്കോളർഷിപ്പിലേക്ക് മൂവ് ചെയ്യുന്നത്. രണ്ടും ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. അതായത് ഒരു 4,000 euros to 8,000 euros വരെ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് ഗ്രാൻറ്റ് ചെയ്ത് കിട്ടാനുള്ള അവസരങ്ങൾ ഇറ്റലി ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നവംബർ ഡിസംബർ മന്തുകളിലാണ് ഇതിൻ്റെ ഫൈനൽ റാങ്ക് ഔട്ട് ആവുന്നത്. യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ടൈം ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. 20 euro to 50 euro ആണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് യൂണിവേഴ്സിറ്റീസ് വാങ്ങുന്നത്. സെമസ്റ്റർ ഫീസായിട്ട് നമ്മളിപ്പം ജർമ്മനിയൊക്കെ പോലെ തന്നെ 1,000 to 1,500 euro ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീസ് എന്ന രീതിയിൽ സ്റ്റുഡൻറ്റ് അടയ്ക്കേണ്ടി വരും. സ്കോളർഷിപ്പിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഇതെല്ലാം വരുന്നത്. ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു, 2 പാർട്ടുകളായിട്ടാണ് ഇറ്റലിയുടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യുന്നത്. ഒന്ന് മെയിൻ ആപ്ലിക്കേഷൻ, യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ, രണ്ടാമത് സ്കോളർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ. രണ്ടിനും 2 ഡിഫറെൻറ്റ് രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷൻ വർക്കുകളാണ് വരുന്നത്. നമ്മൾ കോക്കോനറ്റ് ഓവർസീസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് എൻഡ് ടു എൻഡ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിനിമൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ ചാർജസും നമ്മൾ ഈ പ്രോസസ്സിന് വാങ്ങുന്നുണ്ട് സ്റ്റുഡൻറ്റ്.